ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ വൈകിട്ട് ചായക്ക് ഏറ്റവും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല ചൂടൻ സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ ഇതുപോലെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മൾ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ ഒന്നും കൂടെ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സ്നാക്സ് വേണോ അതനുസരിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് വേവിച്ചതായി ഇതുപോലെ ഉടച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാട്ടോ ചേർക്കുന്നത്. ഒരുപാട് എരിവൊന്നുമില്ലാത്ത മുളക് പൊടിയാണ്. എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതൊക്കെയും ചേർക്കുന്നത് കൊണ്ടാണ് ആദ്യമേ മുളക് പൊടി ചേർത്തപ്പോൾ ഒരുപാട് എരിവുള്ളത് ചേർക്കാതിരുന്നത്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങുമായിട്ട് ശരിക്കും ഒന്നും മിക്സ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ അതേപോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു നനവൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടും തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരു 2 ബ്രെഡൊക്കെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. വെള്ളത്തിൽ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി പൊട്ട് തന്നെ സമയം കളയാതെ ഇതിൽ നിന്ന് ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെ എടുത്ത് കയ്യിൽ വെച്ച് പതുക്കെ ഒന്ന് പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കയ്യിൽ ഇതേപോലെ ചീസിൻ്റെ ഷീറ്റാണുള്ളതെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ചീസ് ഉള്ളിൽ വെച്ച് ഇതുപോലെ ബോൾസ് പോലെ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടതാ, ഇതുപോലെ ചീസ് ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് അല്ലായിരുന്നു, മറിച്ച് ചീസിന്റെ ഷീറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു 2-3 പീസ് നടുക്ക് വിട്ട് വെച്ച് കൊടുക്കും കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മാവ് മുഴുവൻ ഇതേപോലെ ചീസ് ഉള്ളിൽ വെച്ച് നല്ലോണം തന്നെ കവർ ചെയ്ത് ബോൾസ് പോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു പ്ലേറ്റ് നിറയെ തന്നെ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാതിൻ്റെ ഉള്ളിലും ചീസ് വെച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കോട്ടിങ് കൂടി ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മൈദ മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോവാതെയും അതേപോലെ തന്നെ തീരെ കുറഞ്ഞു പോവാതെയും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോൾസ് കോട്ട് ചെയ്ത് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വെള്ളം കൂടിപ്പോകാതെ പാകത്തിനൊഴിച്ച് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ മാവാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കട്ടി മാത്രം മതിയാവും. ഇനിയിപ്പോൾ കോട്ട് ചെയ്യാനായിട്ട് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. ഞാൻ കോൺഫ്ലെക്സ് എടുത്ത് കൈകൊണ്ട് പതുക്കെ ഒന്ന് പൊടിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, കാണുമ്പോൾ തന്നെയാണെങ്കിലും അറിയാലോ. ഇത് മതി. അതിനുശേഷം ഓരോ ബോൾസും നമ്മുടെ മൈദയുടെ മിക്സിലും അതേപോലെ തന്നെ കോൺഫ്ലെക്സിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കവർ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളിങ്ങനെ കോൺഫ്ലെക്സ് ഒക്കെ വെച്ച് കവർ ചെയ്യാൻ നേരത്തെ കാണാനാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ശരിക്കും വേറൊരു ഫീല് തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് വെച്ച് കവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ കോൺഫ്ലെക്സ് വെച്ച് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ. ഏതാണെങ്കിലും കുഴപ്പമില്ല, കയ്യിൽ ബ്രെഡ് ക്രംസ് ആണോ ഉള്ളതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ബോൾസ് മുഴുവൻ മൈദയുടെ മിക്സിലും കോൺഫ്ലെക്സിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കവർ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്, കോട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചാലും മതി കേട്ടോ. എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് എടുത്ത് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ എന്താണെങ്കിലും നേരിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓരോ ബോൾസ് ചേർത്ത് കൊടുത്ത് 2 വശം കളറൊക്കെ ഒന്ന് മാറി നല്ലോണം റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കിങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലും മാത്രം വെച്ചാൽ മതി ഏത് സ്നാക്സ് റെഡിയാക്കുമ്പോഴാണെങ്കിലും. ഇപ്പോൾ കളറൊക്കെ എല്ലാം മാറി നന്നായിട്ട് തന്നെ മുരിഞ്ഞ് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത് മതി. അപ്പോൾ നമുക്ക് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.
അതേപോലെ തന്നെ ബാക്കി സ്നാക്സും ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിൽ ചീസൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടീസിനാണെന്നുണ്ടെങ്കിലും ഇഷ്ടമാവും. മാത്രമല്ല ഒരുപാട് തണുത്ത് പോവാതെ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കട്ടിയായി പോകും. അപ്പോൾ ചൂടോട് കൂടി നല്ല ചൂട് ചായയുടെയും സോസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് കളറൊന്നും മാറാതെ ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഇവിടെ കോരിയെടുക്കാം കേട്ടോ. കണ്ടതാ, ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ അടിപൊളി ടേസ്റ്റിനുള്ള സ്നാക്സ് ആണ്. പുറം ഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ്, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ചീസൊക്കെ വന്നിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ട് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.